5-ാമത്തെ ശ്ലോകം ഉണ്ടായിരുന്നോ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? 14 വരെ എടുത്താ. അപ്പൊ ഇവരെനിക്ക് തെറ്റിച്ചാന്ന്. 14 അധ്യായം എടുത്താ. അപ്പൊ സംഘാടകർക്ക് തെറ്റി. വരെ എടുത്തതാണ്, അവിടം വരെ എടുത്തതാണ്. അപ്പൊ ഇവരെനിക്ക് തന്ന ഇൻഫർമേഷൻ ഇതാണ്. എന്റെ ആ സഞ്ചിയകത്ത് ആ സഞ്ചി എടുത്തുകൊണ്ട് ശുദ്ധ മനസ്സുള്ളവർ ഉപദേശം കിട്ടിയാൽ നേടേണ്ടത് നേടുന്നു, അല്ലാത്തവൻ ആയുഷ്കാലം മുഴുവൻ ഞാനും നേടിയാലും മോഹത്തിൽ കഴിയും. അത് ശരി. 14 വരെ എടുത്തതാണല്ലേ? 14 പേർക്ക് 15-ലെ ആദ്യത്തെ ശ്ലോകം. ഇവര് തന്ന ഇൻഫർമേഷൻ അപ്പൊ തെറ്റാണ്. മനസ്സില്ലാത്തവന് ജ്ഞാനം നേടിയാലും മോഹത്തിൽ തന്നെ കഴിയും. സാരമില്ല, കുറച്ച് പുറകോട്ട് പോയി എന്ന് കൂട്ടിയാൽ മതി. 14 ആത്മജ്ഞാനം. പതിനഞ്ചിലെ 1. അപ്പോൾ 6 അധ്യായം ഇവർ വിഴുങ്ങിന്നാവുന്നു. അധ്യായം 15 ഇല്ലേ? അതാ നിങ്ങൾ മിണ്ടാതിരുന്നത് അല്ലേ? ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ മിണ്ടാനാണെന്ന് വിചാരിച്ചിരുന്ന് കാണും അല്ലേ? നമ്മൾ സമയം വെറുതെ കളഞ്ഞനെ. അപ്പോൾ അഷ്ടാവക്രൻ കൃതാർത്ഥത നേടി ശാന്തനായിത്തീർന്ന് ജീവിതത്തിന്റെ കൃതാർത്ഥത, അതിന്റെ പരിപക്വത നേടി ശാന്തിയിലെത്തിക്കഴിഞ്ഞാൽ ആ ശാന്തിയിലാണ് ആത്മജ്ഞാനം സ്ഥിതമാകുന്നത്. ആത്മജ്ഞാന പ്രകരണം 15-ാം അധ്യായം. ഈ പ്രകരണം ശ്രദ്ധേയമാണ്. സത്വഗുണ സമ്പന്നനായിത്തീർന്ന് എല്ലാത്തിനെയും എപ്രകാരമോ അപ്രകാരം ചിന്തിക്കാൻ. ഇത് വലിയ പാടാണ്. ഏതൊന്ന് കാണുമ്പോഴും അജ്ഞാനമുണ്ടെങ്കിൽ അങ്ങനെയല്ല വേണ്ടതെന്ന് തോന്നും. ലോകത്ത് ആർക്കെങ്കിലും ഒരു കാര്യം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് കേവലതയിലല്ലാതെ തോന്നുന്നു എങ്കിൽ ആ പിടിവാശി അജ്ഞാനത്തിൻ്റെതാണ്, വാസനയുടേതാണ്. അത് ദുഃഖത്തിനുള്ള ബീജവുമാണ്. ശാന്തി വന്നവന് അതുണ്ടാവില്ല. ശാന്തി വന്നിട്ടുണ്ടോ എന്നറിയാൻ, ഒരച്ഛൻ ശാന്തനാണോ എന്നറിയാൻ
അയാൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കർമ്മങ്ങൾ നോക്കിയാൽ മതി. പശുവിനെ അഴിച്ചു കെട്ടാൻ മകനോട് പറഞ്ഞിട്ട് പിന്നെ മകൻ വന്ന് അതിനെക്കുറിച്ച് പറയുമ്പോഴല്ലാതെ ആ വാസന തന്നിൽ പൊന്തുന്നില്ലെങ്കിൽ ആ അച്ഛൻ ശാന്തനാണ്. മറ്റൊരു മകനോ മറ്റുള്ളവരോ അതിന് പോയ മകൻ താൻ തന്നെയോ വന്നു പറയുമ്പോഴാണ് അയാൾ അതിനെ ചിന്തിക്കുന്നതെങ്കിൽ അതുവരെ അയാളിൽ ആ കർമ്മം ഇല്ല. മനസ്സിലാവുമോ എന്നറിയില്ല. ഒരാശുപത്രിയിൽ ഒരു കുട്ടിയെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡോക്ടർ ഏറ്റുകഴിഞ്ഞാൽ അയാളുടെ മനസ്സ് ശാന്തമായിരിക്കുന്നു എങ്കിൽ ഡോക്ടർ ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ നോക്കണം, ഇന്ന പോലെ പരിശോധിക്കണം, ഇന്ന ബഹളം കാണിക്കണം എന്നൊന്നും അയാളുടെ മനസ്സിനില്ലെങ്കിൽ ഏൽപ്പിച്ച കുട്ടി തന്നെ ആ മനസ്സിൽ നിന്ന് ഇറങ്ങി നിന്നുവെങ്കിൽ ആ മനസ്സ് ശാന്തമാണ്. ഒരു വേലക്കാരനെ വിളിച്ചൊരു പണി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ് ചെയ്ത് കഴിയട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ ആ മനസ്സ് ശാന്തമാണ്. ശാന്തമായ ആ മനസ്സിന്റെ സങ്കല്പത്തിലാണ് അത് ഉത്തമവുമാകുന്നത്. പരിപക്വമായ ആ ശാന്തി മറ്റുള്ളവർ വന്ന് അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ വസ്തുതാപരമായി അപഗ്രഥിച്ച് നീ എന്തുകൊണ്ടാണ് അത് ചെയ്തത്, അതിന്റെ ശാസ്ത്രം എന്താണ്, അതിൽ ഇന്നത് തെറ്റുണ്ട്, അതിൽ ഇന്നത് ശരിയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ ശാന്തിയാണ്. ശാന്തിയിലാണ് ആത്മജ്ഞാനം ഉയർകൊള്ളുന്നത്. ആധുനികത അശാന്തിയിലാണ് ഇത് തേടുന്നത്. അവിശ്വാസത്തിലാണ് ആനന്ദം അന്വേഷിക്കുന്നത്. ഇതാണ് ഇതിന് കിട്ടാൻ പ്രയാസമായിരിക്കുന്നത്. ശ്രദ്ധ എന്നുള്ളതിനാണ് ശാന്തി എന്നവിടെ അർത്ഥം കൊടുക്കേണ്ടത്. ശ്രദ്ധ നന്നായുള്ളവന് മാത്രമേ ശാന്തി വരൂ. ഒരു കാര്യം ഏൽപ്പിച്ച് നല്ല ശ്രദ്ധയുള്ളവനാണെങ്കിൽ വേറൊരുത്തമെന്ന് പറഞ്ഞു കൊളവാക്കി, നീ എന്തിനാ നോക്കാൻ പോയ, നിന്നെ ഏൽപ്പിച്ചില്ലല്ലോ. നിന്റെ സാന്നിധ്യമാണ് അതിനെ നശിപ്പിച്ചത്. സഹിക്കാൻ പറ്റില്ല. നീ വെറുതെ ഇരിക്കാതെ നീ പോയി വേറെ എന്തെങ്കിലും പണി ചെയ്യും. അത് കുളവായെങ്കിൽ പരിഹരിക്കാൻ വേറെ മെത്തേഡുണ്ട്. അങ്ങനെയല്ല ഇപ്പം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ ഒന്നും പറയണ്ട, നീ നിന്റെ പണി നോക്ക്. എന്നാൽ കാണിച്ചു തരാം എന്ന മട്ടിൽ അവന്റെ പണി അവൻ ചെയ്യും. ഇതാണിന്ന് വീടുകൾ, ഇന്ന് ജീവിത രംഗം മുഴുവൻ. അശാന്തിക്ക് വിത്തിട്ട് ശാന്തിയെ കൊയ്യാൻ നടക്കുകയാണ് മനുഷ്യൻ. ശാന്തി ഉണ്ടാകണം എങ്കിൽ വിശ്വാസം ദാർഢ്യമുള്ളതായിരിക്കണം. വിശ്വാസത്തിന് ദാർഢ്യം വരണമെങ്കിൽ സ്വന്തം ബോധത്തെ ഒരിക്കലും കളിപ്പിച്ചിട്ടില്ലായിരിക്കണം. സ്വന്തം ബോധത്തെ കളിപ്പിച്ചാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. ഓരോ വാക്കും സ്വന്തം ബോധത്തിനെതിരാണ്. ഓരോ പ്രവൃത്തിയും സ്വന്തം ബോധത്തിനും വാക്കിനുമെതിരാണ്.
നിങ്ങൾ ഓരോരുത്തരും ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം ഒന്ന് എഴുതി വെക്കുക. അത് ചെയ്യാൻ തുടങ്ങുക. ചെയ്തത് രേഖപ്പെടുത്തി വെക്കുക. എൻ്റെ പടമെടുത്താൽ മതി. സങ്കല്പം നിങ്ങൾ ആദ്യം എഴുതുക. അത് പടമെടുക്കാൻ പറ്റില്ല, ശരിയല്ല. 2, ചെയ്യുക. ചെയ്യുന്നതിൻ്റെ ചിത്രണം, ആലേഖനം മുഴുവൻ എടുക്കുക. ചെയ്തു കഴിഞ്ഞ് ഫലത്തെ എടുക്കുക. അത് നല്ലപോലെ രേഖപ്പെടുത്തുക. 3 നിങ്ങളോട് അപഗ്രഥിക്കാൻ പറയുക, ഈ ചിത്രം കാണിക്കാതെ. നിങ്ങൾ സങ്കല്പം മാറ്റി പറയും, ശരിയല്ല. നിങ്ങൾ സങ്കല്പിച്ച സങ്കല്പം ബൗദ്ധികമായി നിങ്ങൾ വ്യാഖ്യാനിച്ച് മാറ്റി പറയും. അവിടെ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെയും ബോധത്തെയും ശാന്തിയെയും കളഞ്ഞു. ഇനി നിങ്ങൾക്ക് ആധ്യാത്മിക സാമ്രാജ്യത്തിൽ ഈ ജന്മം പ്രവേശനം ഉണ്ടാവില്ല. അതിൻ്റെ കവാടം നിങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. നല്ലപോലെ പശ്ചാത്തപിച്ച് ഇനി അത് തുറക്കാൻ പറ്റുള്ളൂ, ഈ ജന്മത്തിൽ തുറക്കണമെങ്കിൽ. ഇതാണ് ഒന്നാമത്തത്. ശരി പോലെയുണ്ടോ പറഞ്ഞത്? ശരി പോലെയുണ്ടോ? സങ്കല്പം മാറ്റി പറയുവോ? പറയും. 1/2 മിനിറ്റ് മുമ്പാണ് സങ്കല്പിച്ചത്. മാറ്റി പറയും. ചെയ്ത കർമ്മത്തിന്റെ കർത്തൃത്വം ഉണ്ടായിരുന്നു ചെയ്തപ്പോൾ. അതിലെ ചെറിയ ചെറിയ പരാജയങ്ങളുടെ പോലും കർത്തൃത്വം ഏറ്റെടുക്കില്ല. ആ സമയത്ത് അതിലെ വഴിപോക്കനായി പോയ ഒരാൾ ജസ്റ്റ് കണ്ടു. അയാൾ കയറി വന്ന് പറയാണ്, നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് പറ്റിയ തെറ്റല്ല, കണ്ടു നിന്ന് എൻ്റെ ഒരു കാഴ്ചയുടെ വൈകല്യം നിങ്ങളിൽ കടന്നുകൂടിയതാണ്. ഞാനവിടെ ഉണ്ടായിരുന്നു. എൻ്റെ സാന്നിധ്യമാണ് ആ തെറ്റിന് കാരണം. ക്ഷമിക്കണം. നിങ്ങൾക്ക് വലിയ സന്തോഷമാവും. ശരിയല്ല, നിങ്ങൾക്ക് വലിയ സന്തോഷമാവും. അവൻ നിങ്ങളുടെ കർമ്മത്തിൻ്റെ കലാപത്തിലൂടെ ആധ്യാത്മിക സാമ്രാജ്യത്തിലേക്ക് ഇടിച്ചു കയറും. നിങ്ങൾ ഔട്ടാവും. നിങ്ങളുടെ സമസ്ത കർമ്മങ്ങളുടെയും ഇതുവരെയുള്ള സമസ്ത കർമ്മങ്ങളുടെയും പുണ്യം അവൻ അടിച്ചുകൊണ്ടുപോകും. ഒരൊറ്റ വിനയം കൊണ്ട് അവന്റെ ആത്മാവിന്റെ കവാടങ്ങൾ മുഴുവൻ തുറക്കും. അതുകൊണ്ട് ഇത് ലൗകികമല്ല ഇതിന്റെ പോക്ക്. ഇത് ലൗകികേതരമാണ്. ഒരു ശരിയുടെ ലാവണ്യം ഏറ്റെടുക്കാൻ ഏത് മൂഢനും കഴിയും. മനസ്സിലായില്ല? ഒരു തെറ്റിന്റെയും കുറവിന്റെയും ശകാരങ്ങളും പീഡനങ്ങളും ഏറ്റെടുക്കാൻ അപൂർവന്മാർക്ക് മാത്രമേ കഴിയൂ. അത് ശാരീരികങ്ങളും മാനസികങ്ങളും ആയ സാമാജിക പീഡനങ്ങളുടെ ചുരുളഴിയുന്നതാകൊണ്ട് അത് ആത്മാവിലേക്കുള്ള ജൈത്രയാത്രയായി ആണ് എന്ന് വരികിൽ പോലും വർത്തമാനത്തിൽ സ്വീകരിക്കാൻ മനുഷ്യ മനസ്സിനാവില്ല. പീഡിത സംസ്കൃതിയിലൂടെ ആത്മാവിലേക്ക് പോകുവാൻ
കവാടമുണ്ടെന്ന് പറയുന്ന ക്രിസ്തീയ ദർശനത്തിന്റെ പൊരുളും ഇതുതന്നെയാണ്. ലോകരുടെ സമസ്ത പാപങ്ങളും ഒരുവൻ ഏറ്റെടുത്ത് ചാട്ടവാറടിയേറ്റുവെന്നോ ഒരുവൻ മരക്കുരിശിൽ തറയ്ക്കപ്പെട്ടുവെന്നോ മുൾമുടി ചൂടിയെന്നോ പറയുമ്പോൾ തന്റെ ആത്മാവിന്റെ ലോകങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് സുസജ്ജമായി എന്നർത്ഥം. മറിച്ച് തന്റെ തന്നെ സങ്കല്പം, തന്റെ തന്നെ കർമ്മം, അതിൽ താൻ തന്നെ ചെയ്തു വെച്ചത് ഏറ്റെടുക്കുവാൻ അലംഭാവം കാണിക്കുമ്പോൾ, വാദകോലാഹലങ്ങൾ കൊണ്ട് ജയിക്കുമ്പോൾ, തന്റെ തെറ്റുകളെ മറയ്ക്കാനുള്ള പ്രമാണത്തെയാണ് ആധ്യാത്മികതയിൽ ആധുനികൻ തേടുന്നത്. ശരിയല്ല. ബാക്കിയുള്ളവരോട് വാദിച്ച് ജയിക്കാനുള്ള ഒരു കാർക്കശ്യമുള്ള ബുദ്ധിക്കാണ് മനുഷ്യൻ ആത്മസാമ്രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നാം ഒക്കെ തന്നെ നമ്മുടെ ഗുരുക്കന്മാരെ കാണുന്നത് പോലും അത്രയും ബുദ്ധിയുള്ളവർ. ആ ബുദ്ധി ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്കും നമ്മുടെ തെറ്റുകളെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുമായിരുന്നു. ശരിയല്ല. അതിനുള്ള പഠിത്തമായാണ് പലരും ഇതിനെ അധപ്പതിപ്പിച്ച് കാണുന്നത്. അതിനുള്ളതല്ല ഈ പഠിത്തം. തനിക്ക് വാസനാപൂർവം പറ്റുന്ന സങ്കല്പങ്ങളെയും തന്റെ വ്യാമോഹങ്ങളെയും തന്റെ കർമ്മകലാപങ്ങളെയും നോക്കിക്കാണുവാനും ശാന്തിയെ സർവാതിരിക്തമായ ശ്രദ്ധയെന്ന് നിർവചിക്കുവാനും കഴിയുക. തദ്വാര ആത്മജ്ഞാനത്തിലെത്തുക. അതിന് സത്വഗുണം വേണം. 15-ാം അധ്യായം ആത്മജ്ഞാന പ്രകരണം ഈ തരുണത്തിലാണ്. അഷ്ടാവക്ര ഉവാച. അഷ്ടാവക്ര ഉവാച യഥാ തഥോപദേശേന കൃതാർത്ഥ സത്വബുദ്ധിമാൻ ആജീവമഭിജിജ്ഞാസു വരസ്തത്ര വിമുഹ്യതി. നമ്മൾ നേരത്തെ എടുത്ത ഒരധ്യായമാണ് കൃതാർത്ഥത, ശാന്തി. അങ്ങനല്ലേ? ഇതിനു മുമ്പുള്ള അധ്യായം ശാന്തി, കൃതാർത്ഥത, സുഖം. അപ്പോ കൃതാർത്ഥതയുടെയും സുഖത്തിന്റെയും ശാന്തിയുടെയും ശൂന്യചിത്തനായിട്ട് മൃതമനസ്സായിട്ട് ശാന്തിയിലെത്തിയവൻ, അങ്ങനെയുള്ള സത്വബുദ്ധിയോടുകൂടിയവൻ, സത്വബുദ്ധിമാൻ, യഥാ തഥാ ഉപദേശേന കൃതാർത്ഥ സ്യാത് പരഃ ആജീവമഭി ജിജ്ഞാസു തത്ര വിമുഹ്യതി. സത്വഗുണത്തോടുകൂടിയയാൾ എപ്രകാരമാണോ, യഥാ തഥാ എപ്രകാരമാണോ അപ്രകാരം, അതായത് തമസ്സിനെയും രജോഗുണത്തെയും സത്വത്തെയും കടന്ന് വിശുദ്ധ സത്വനായിത്തീർന്നവൻ, ഗുണത്രയങ്ങൾ മൂന്നും കടന്ന് വിശുദ്ധ സത്വം എന്നൊരവസ്ഥയുണ്ട്. അതിനെയാ പൊതുവെ ആളുകൾ സത്വം സത്വം എന്ന് പറയുന്നത്.
തമസ് മറയ്ക്കുന്നതാണ്, രജസ് ഉൽപ്പന്നമാക്കുന്ന വിക്ഷേപശക്തിയോടുകൂടിയതാണ്, സത്വം അതിനെ സമന്വയിക്കുന്നതാണ്. മൂന്നെണ്ണമാണ്. അതായത് ഒന്ന് ജ്ഞാനത്തെ മറയ്ക്കും. ജ്ഞാനം മറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം രജസ് സൃഷ്ടിക്കും. സൃഷ്ടിച്ച വസ്തുവിനെയും ജ്ഞാനത്തെയും സമന്വയിക്കും സത്വം. ഇതാണ് മൂന്ന് ഗുണങ്ങൾ. നേരത്തെ പഠിച്ചിട്ടുണ്ട് നല്ലപോലെ. ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ തന്നെ എടുത്തിട്ടുണ്ട്. അത് മൂന്നും കടന്നു കഴിയുമ്പോഴാണ് വിശുദ്ധ സത്വനായിത്തീരുക. അങ്ങനെയുള്ള ഒരുവൻ ഉപദേശേന ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഉത്തമനായ ആചാര്യന്റെ ജ്ഞാനോപദേശം കൊണ്ട് കൃതാർത്ഥസ്യാത്, കൃതാർത്ഥനാകും. ആ കൃതാർത്ഥതയാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത്. പരഹ, അങ്ങനെ വിശുദ്ധസത്വമായ അന്ധക്കരണമില്ലാത്തവനും ഗുരുപദേശമില്ലാത്തവനുമായി ആജീവമഭി ജിജ്ഞാസുഹു, ജീവിതം മുഴുവൻ അറിയാൻ ആഗ്രഹിച്ചാലും അറിയാൻ ആഗ്രഹിക്കുന്ന ആ ജിജ്ഞാസു തത്ര ആത്മജ്ഞാന വിഷയത്തിൽ വിമുഹതി, മോഹിക്കും. ഏതെല്ലാം ഗ്രന്ഥങ്ങൾ പഠിച്ചാലും സ്വന്തം ബുദ്ധിയിൽ ഇക്കാലമത്രയുമുള്ള പരമ്പരാശ്രിത ബുദ്ധിയിൽ എത്ര കാലം വിശ്വസിച്ചാലും സംപ്രസാദ വിദ്യയുടെ, സംസർഗവിദ്യയുടെ പരമ്പരാനിഷ്ഠമായിരിക്കുന്ന ഗുരുപദേശമില്ലെങ്കിൽ മോഹിക്കുമെന്ന് തീർച്ചയാണ്. കാരണം വാസന കയറി വരും. വാസനയുടെ ഒരു പരമ്പരയുണ്ട്. അത് അറ്റുപോകുന്നത് ജ്ഞാനത്തിൻ്റെ ഒരു പരമ്പര കൊണ്ടാണ്. പരമ്പരാശ്രിതമായ ജ്ഞാനം കൈവരണമെങ്കിൽ ഗുരുപദേശം അനിവാര്യമാണെന്നുള്ള വിശുദ്ധ സത്വരൂപമായ അന്ധക്കരണവും ഗുരുപദേശവുമുള്ള ജിജ്ഞാസുവിനെ ആത്മജ്ഞാനം പ്രകാശിക്കൂ. അല്ലാത്തവന് മോഹമുണ്ടാവും. മോഹിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഭഗവത്ഗീതയിൽ അമാനിത്വം, അദംഭിത്വം, അഭയം, സത്വസംശുദ്ധി എന്നൊക്കെ പറയുന്ന 2 അധ്യായങ്ങളുണ്ട്. 13 16 ഭഗവത്ഗീത 13-ാം അധ്യായവും 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം. അതിലാണ് അമാനിത്വം, അദംഭിത്വം, അത് 13-ലാണെന്ന് തോന്നുന്നു. മറിച്ച് നോക്കിയാൽ ഗീതയുണ്ടോ കയ്യിൽ? ഇല്ല. അതിലാണോ? 13-ലാണെന്ന് തോന്നുന്നു. അഭയം, സത്വസംശുദ്ധി തുടങ്ങിയത് പറയുന്നത് 16-ലാണ്. നോക്കിയോ, 16 ദൈവാസുര സമ്പദ് വിഭാഗയോഗം. അതിലല്ലേ? 16-ലാണ് ദൈവാസുര സമ്പദ് വിഭാഗയോഗം. അപ്പോൾ ആ 2 ഗുണങ്ങൾ തികഞ്ഞ് ആ ഗുണങ്ങളുടെ ലോകങ്ങളിലെത്തിയാൽ മാത്രമാണ് ഇതിന് പറ്റുക. അങ്ങനെ ശ്രദ്ധ കൈവരണം. ശ്രദ്ധ കൈവരണം എന്നുണ്ടെങ്കിൽ മാതൃദേവതയുടെ അനുഗ്രഹം വേണം, പിതൃദേവതയുടെ അനുഗ്രഹം വേണം, ആചാര്യന്റെ അനുഗ്രഹം വേണം. എപ്പോഴെങ്കിലും മാതാവിനെയും പിതാവിനെയും നിന്ദിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന മാതാവും പിതാവും ഒരിക്കലും നിങ്ങൾക്ക് അറിവിൻ്റെ കവാടം തുറന്നു തരില്ല. നിങ്ങൾ അനർഹനാകുന്നു എന്ന് നിങ്ങളിലിരിക്കുന്ന മാതാവും പിതാവും
ഉറപ്പാക്കിയിട്ടുണ്ട്. അറിവിൻ്റെ അർഹതയ്ക്കുള്ള ആധികാരികത പുറത്തുനിന്നുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റ് അല്ല. കോശസൂക്ഷ്മത്തിലിരിക്കുന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും സാക്ഷ്യപത്രമാണ്. അത് കുട്ടിക്കാലത്ത് നേടണം, അറിവ് അനായാസം കടന്നു പോകണമെങ്കിൽ. അതുകൊണ്ട് ഒരുപാട് പഠിക്കുകയൊന്നും വേണ്ട. പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ അച്ഛനെയും അമ്മയൊക്കെ നമസ്കരിക്കാനും അച്ഛനമ്മമാരോട് വിനയാന്വിതമായി പെരുമാറുവാനും ഒക്കെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അതാണ് അറിവിനുള്ള കവാടം തുറക്കുവാനുള്ള ആദ്യത്തെ പ്രക്രിയ. അതിന് ഭർതൃപരദേവതയെ ബഹുമാനിച്ച് ശീലിച്ച് അച്ഛനെ ബഹുമാനിക്കാൻ അമ്മ പഠിപ്പിച്ചു കൊടുക്കണം. അച്ഛനോ പിള്ളേരുടെ കേക്ക് വെച്ച് അമ്മയെ പേരും എടി പൊടിയിൽ നിന്നും വിളിക്കരുത്. കാരണം അമ്മ എന്ന നിലയിൽ പെരുമാറി കാണിക്കണം. കൊച്ചുകുട്ടികളാണെങ്കിലും അച്ഛൻ എടിയെന്ന് വിളിക്കുന്ന കേട്ടാൽ കുറേ കഴിയുമ്പോൾ അമ്മയെ കയറി എടിയെന്ന് വിളിക്കും. അങ്ങനെ പറഞ്ഞാൽ ശീലിക്കുക. ശരിയല്ല. അമ്മയെ വിളിക്കും മോനെ എന്ന് പറഞ്ഞാൽ അവൻ അമ്മയെന്ന് വിളിച്ച് ശീലിക്കും. അച്ഛൻ ബഹുമാന പുരസ്സരം പെരുമാറുന്നു എന്ന് കണ്ടാൽ അവൻ ബഹുമാനിക്കും. അങ്ങനെ ആ ദേവതയെ സാൽമ്യപ്പെടുത്തിക്കൊണ്ടിരണം. അപ്പോൾ അറിവിൽ വേണ്ടതിനുള്ള കവാടം തുറന്നു കൊടുക്കാൻ സൂക്ഷ്മമായ പരിചയമുള്ള പാരമ്പര്യ സംവിത്തായിരിക്കുന്ന ഒരമ്മയും അച്ഛനും ഉള്ളിൽ സാക്ഷിയായിരിക്കും. അപ്പോൾ അവൻ ഇറങ്ങുന്ന കാര്യങ്ങൾ, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ ഇടപെടുന്ന കാര്യങ്ങളിൽ മരുതെന്ന് വിലക്കാൻ അവനിലൊരു സൂക്ഷ്മദർശിനി ഉണ്ടാവും. മനസ്സിലായില്ല? മനസ്സിലാകുന്നില്ല? ഉണ്ടെന്നോ? ഉണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കണ്ട് തീരുമാനിക്കുന്നതാണ്. ചിലപ്പോൾ ചിലരെങ്കിലും തരിച്ചിരിക്കുന്നു എന്ന് തോന്നിയാലാണ് ഞാൻ ആ സന്ദർഭം ഒന്ന് മാറ്റാൻ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്താൻ ചോദിക്കുന്നതാണ്. ചിലർക്കെങ്കിലും അതിൽ വിരോധം വരും. കാരണം അതിലങ്ങ് മുഴുകിയിരിക്കുമ്പോഴാണ് സമിറ്റിങ് എന്നൊരു ചോദ്യം ചോദിച്ച് നമ്മളുടെ ഏകാഗ്രത കളയുന്നത്. ആ ഏകാഗ്രത നിങ്ങൾക്ക് കൊണ്ടുപോകാനായില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഏറ്റുപോയില്ല എന്ന് വരും. മനസ്സിലായില്ല? അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചൊക്കെ വീട്ടിൽ പോകേണ്ടതാണ്. തിരിച്ച് ശരീരമൊക്കെ വേണ്ടതാണ്. അതുകൊണ്ട് അത്രയും ഏകാഗ്രതയ്ക്ക് സമയമായിട്ടില്ല. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മവും ചെയ്തു തീർക്കേണ്ടതുമാണ്. പക്ഷേ അതിന് വെളിച്ചവും വഴിയുമായി ഒരു നല്ല ശാന്തി കൂടെ ഉണ്ടാവേണ്ടതാണ്. അതിലപ്പുറം ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ അപ്പുറം നിങ്ങൾക്ക് തന്നുകൂടാ എന്നെനിക്ക് നിർബന്ധവുമുണ്ട്. കാരണം അതിന് അധികാരവും എനിക്കില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ സർവകർമ്മ സന്യാസത്തിലെത്തിക്കുന്നതിന് ഞാൻ അധികാരിയല്ല. അഥവാ എൻ്റെ വഴിയിൽ പോകാൻ നിങ്ങളും അധികാരിയല്ല. അത് വേറൊരു സ്വതന്ത്ര വഴിയാണ്. പക്ഷേ നിങ്ങൾക്ക് പോകാവുന്ന വഴികൾ പറഞ്ഞു തരാൻ എനിക്കറിയും. അത്രയേ പോകാവൂ, അത്രയേ പോകേണ്ടൂ. ബാക്കി പിന്നീട് അതിന് അധികാരികളായവരുമായി നിങ്ങൾ കണ്ടുമുട്ടും.
അതിനിയൊരു ജന്മത്തിലായിരിക്കും. മതി, കുഴപ്പമില്ല, ഈ ജന്മത്തിൽ ഇത്രയൊക്കെ മതി, പിള്ളേരല്ലേ, പിണ്ണാക്കല്ലേ. മനസ്സിലായില്ല? തിരക്കൊന്നും പിടിക്കണ്ട. തിരക്ക് പിടിച്ചാൽ ചിലപ്പോൾ താഴെ വീഴും. മെല്ലെയാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് നിങ്ങളുടെ ഏകാഗ്രത കണ്ടു എന്ന് എനിക്ക് തോന്നിയാൽ അത് മെല്ലെ ഒന്ന് പൊട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പലർക്കും എന്നോട് ദേഷ്യം വരും. ശരിയാണോ? അതോ നല്ല ഷാർപ്പായിട്ടിരിക്കുമ്പോഴേക്കാണ് മനസ്സിലായോ എന്നൊരു ചോദ്യം ചോദിക്കും. മനസ്സിലായില്ലേ പിന്നെ ഇവിടെ ഇരിക്കുമോ? നിങ്ങളുടെ സമൂഹമായി അങ്ങനെ പോയിക്കൂടാ. അതൊരുപാട് ഉപയുക്തമാണ് അങ്ങനെ കൊണ്ടുപോയാൽ. അങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങളുടെ കഴുത്തേ കിടക്കുന്നതും കയ്യിലുള്ളതും ഒക്കെ അടിച്ചു മാറ്റാം. കാരണം അതിലുള്ള താല്പര്യമൊക്കെ പോവും. ഹല്ലേലൂയ അങ്ങ് ഉച്ചസ്ഥായിയിലെത്തുമ്പോഴേക്ക് വലിച്ചെറിയുവിൻ നിങ്ങളുടെ താലികൾ, കെട്ടുകൾ, മാലകൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങും. ഒരു പാത്രമായിട്ട് ഒരുത്തൻ ഇപ്പുറത്തിരുന്നാൽ അതും അടിച്ച് എനിക്ക് പോവുകയും ചെയ്യാം. മനസ്സിലായില്ല? കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങളിതുവരെ ചോന്നിട്ടിട്ട് കാര്യം ഉണ്ടായില്ല. ഇനി അത് ഞാൻ മേടിച്ചുകൊണ്ട് പോയിട്ട്. അതുകൊണ്ടാണ് നിങ്ങളത് മറന്നു പോകരുത്. പിള്ളേരെയും ഭാര്യയെയും ഭർത്താവിനെയും അച്ഛനെയും അമ്മയെയും ഒന്നും മറന്നിട്ട് ഇതിപ്പം നേടണ്ട. അതിനായില്ല. അതൊക്കെ സജീവമായി ഓർത്ത് നല്ല രീതിയിൽ കർമ്മങ്ങളൊക്കെ പൂർത്തിയായി ഒരു ദിവസമുണ്ട്, ആൻ അവർ ഓഫ് ട്രയൽ. അന്ന് നമുക്ക് കടന്നു പോകാവുന്നതാണ് ഈ ലോകം. അതുവരെയൊക്കെ ഇതിൻ്റെ മാധുര്യം നൊട്ടി നുണഞ്ഞാൽ മതി. പോരെ പോരെ അതിൽ കൂടുതൽ വേണ്ട. കരയുമ്പോൾ പിള്ളേർക്ക് ചുണ്ടയിലൊരൽപ്പം പഞ്ചസാര തള്ള തേച്ചു കൊടുക്കും. അതൊന്ന് നൊട്ടി നുണഞ്ഞു, കുറേ കഴിയുമ്പോൾ ഒന്നുകൂടെ കരയും, അപ്പോൾ അല്പം ആകാം. അങ്ങനെയൊക്കെ പോയാൽ മതി. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ലോകങ്ങളിലേക്ക് കടന്നു പോകാൻ അതിൻ്റെ സാമ്പ്രദായിക മര്യാദകൾ വേണം. സാമ്പ്രദായിക മര്യാദകളിലെ ബന്ധം അല്ലെങ്കിൽ ബന്ധനം ജന്മം കൊണ്ടാണ്. ജന്മത്തിലെ ഏറ്റവും വലിയ ബന്ധം മാതാവിലാണ്. മാതൃ അനുഗ്രഹം വേണം. അവർ തുറന്നാലേ എല്ലാം തുറക്കൂ. അവർ തന്നാലേ എല്ലാം കിട്ടൂ. ഒരു കുഞ്ഞിൻ്റെ ഏത് ആഗ്രഹവും അവൻ്റെ ജീവിതകാലത്ത് നടക്കുന്നത് അവൻ എത്രത്തോളം അവൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കി. അവസാനം വരെ അവൻ്റെ കോശം തുറക്കാൻ അവളുണ്ടാവും. അഭാവരൂപേണ പിതാവും ഉണ്ടാവും. ഇത് രണ്ട് ദേവതകൾ അദൃഷ്ടമായി ഉണ്ടാവും. പിന്നെ ഇത് തുറന്ന് നമ്മളെ കയറ്റേണ്ടത് ഒരു ആചാര്യദേവനാണ്. സംപ്രസാദ വിദ്യ എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് ആ വിദ്യയുടെ ഈ ഈടുവയ്പ്, അതിൻ്റെ ഉറപ്പ് ഗുരുപദേശം കൊണ്ടാണ്. അപ്പൊ വിശുദ്ധ സത്വനായിത്തീർന്ന് ഉന്നതമായ നിലയിൽ ഗുരുപദേശവും ലഭിച്ചാൽ അവന് ജിജ്ഞാസ ഉണ്ടെങ്കിൽ ആത്മജ്ഞാനം ലഭിക്കും. അങ്ങനെ അല്ലെങ്കിൽ വിശുദ്ധസത്വമായ അന്ധക്കരണമില്ലാത്തവനായി, ഗുരുപദേശമില്ലാത്തവനായി ആജീവമഭി
ജീവിതകാലം മുഴുവൻ അവൻ ആഗ്രഹിച്ചാലും, ജിജ്ഞാസുവായി അറിയാൻ ആഗ്രഹിച്ചാലും, ആത്മജ്ഞാന വിഷയത്തിൽ അവൻ മോഹിക്കും. സത്യമറിയില്ല. അതുകൊണ്ട് ജനക, ഇതിനുള്ള വഴി ഇതാണ്. ഈ വഴിയെ തുടരാതെ വെറുതെ ജന്മം പാഴാക്കരുത്. വളരെ ഭംഗിയായി പറയുക. കാരണം മോക്ഷത്തിന്റെ ഉപായം ഉപദേശത്തിന്റെ പാരമ്പര്യത്തിലൂടെയാണ്. ആ പാരമ്പര്യത്തിൽ അറിയാൻ കഴിയുന്നത് പിതാവ്, മാതാവ്, ഗുരു എന്നവിടെ പറയുമ്പോൾ ഇവരെല്ലാം ഉൾപ്പെടും. ഇവര് മാത്രമല്ല, അറിവായും അറിവ് ലഭിക്കാൻ ആഹാരമായും ശബ്ദസ്പർശാദികളായും എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം ഗുരുവാണ്. ഇപ്പോൾ ഒരു കാര്യം കേൾക്കുന്നു, ചെവിക്കത് കേൾക്കണമെങ്കിൽ അതിനുള്ള ആഹാരം പചിച്ച ഇന്ദ്രിയാധിദേവതയായി വരണം. അതുകൊണ്ട് ആഹാരം വരെ ഗുരുവാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വളരെ സൂക്ഷിക്കണം. നല്ല രീതിയിൽ തെരഞ്ഞെടുത്ത് പക്വമായി വന്നതാണെങ്കിൽ അത് വരുമ്പോൾ തടയും. നമ്മൾ തടയണ്ട. വിളമ്പി വെച്ചു, കഴിക്കാൻ തുടങ്ങി. ആ അറിവ് നഷ്ടപ്പെടുന്ന സാധനമാണ് കഴിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അകത്തുള്ള അമ്മ അല്ലെങ്കിൽ അകത്തുള്ള അച്ഛൻ അകത്ത്